നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. KPCC അധ്യക്ഷനെ ചൊല്ലിയുള്ള വാഗ്വാദങ്ങളും പോർവിളികളും ഇനിയും രൂക്ഷമായി മുന്നോട്ടു പോവുകയാണെങ്കിൽ തങ്ങൾ വേറെ വഴി നോക്കുമെന്ന ഭീഷണിയുമായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് രംഗത്തെത്തിയിരിക്കുകയാണ്. കോൺഗ്രസിലെ ഈ ചക്കളത്തി പോരാട്ടവും പോർവിളികളും കുതികാൽവെട്ടുമെല്ലാം UDFന്റെ തെരഞ്ഞെടുപ്പ് സാധ്യതകളെ ഗുരുതരമായി ബാധിക്കുമെന്നാണ് മുസ്ലിം ലീഗ് നേതൃത്വം കരുതുന്നത്. ഇത് അവർ കോൺഗ്രസ് ഹൈക്കമാൻഡിനെയും പ്രത്യേകിച്ച് KC വേണുഗോപാലിനെയും VD സതീശനെയും എല്ലാം അറിയിച്ചു കഴിഞ്ഞു. K സുധാകരന്റെ പേരിൽ ഇപ്പോൾ കോൺഗ്രസിൽ നടക്കുന്ന തർക്കങ്ങളും വാദപ്രതിവാദങ്ങളും വലിയ തരത്തിലുള്ള രാഷ്ട്രീയ തിരിച്ചടി കോൺഗ്രസിനും UDFനും ഉണ്ടാക്കും. കോൺഗ്രസിന്റെ ഈ ചെയ്തികൾക്ക് പഴി കേൾക്കേണ്ടി വരിക മുസ്ലിം ലീഗിനും കൂടിയാണെന്നാണ് ലീഗ് നേതൃത്വം പറയുന്നത്. മുസ്ലിം ലീഗ് CPMനെതിരെയും പിണറായി വിജയനെതിരെയും അതിശക്തമായ രാഷ്ട്രീയ നിലപാടുകളെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ അതിന് സഹായകമായ ഒന്നും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇവിടെ തമ്മിലടിച്ചും പരസ്പരം പോർ വിളിച്ചും വാഗ്വാദങ്ങൾ നടത്തിയും ചക്കളത്തി പോരാട്ടം നടത്തിയും മുന്നോട്ട് പോകാനാണ് ഇവരെല്ലാവരും ആഗ്രഹിക്കുന്നതെന്നും ഇനി ലീഗിന് ഇതൊന്നും കണ്ടു നിൽക്കാൻ കഴിയില്ലെന്നുമാണ് ലീഗ് നേതൃത്വം പറയുന്നത്. VD സതീശനെയും KC വേണുഗോപാലിനെയും വിളിച്ച് വളരെ രൂക്ഷമായ ഭാഷയിൽ തന്നെ പാണക്കാട് തങ്ങളടക്കമുള്ള ലീഗ് നേതാക്കൾ തങ്ങളുടെ അസംതൃപ്തി അറിയിച്ചു കഴിഞ്ഞു. ലീഗിന് ഇനി കോൺഗ്രസിനെ ചാരി നിൽക്കുകയോ കോൺഗ്രസ് ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളുടെ പഴി ലീഗിന്റെ തലയിൽ വരികയോ ചെയ്യേണ്ട ആവശ്യമില്ലെന്നും തങ്ങൾ വേറെ വഴി നോക്കുമെന്നുമാണ് ലീഗ് നേതൃത്വം പറഞ്ഞത്. ലീഗിന് UDFൽ നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ തന്നെ സംജാതമായെന്നും K സുധാകരനെ ഇപ്പോൾ മാറ്റുന്ന വിഷയം എടുത്തിട്ടത് കോൺഗ്രസിന്റെ ഒരു തന്ത്രപരമായ പരാജയമാണെന്നാണ് ലീഗ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. സുധാകരനെ ഇപ്പോൾ മാറ്റേണ്ട കാര്യമൊന്നുമില്ലായിരുന്നെന്നും ഇത്തരത്തിലുള്ള ചർച്ച ഉയർന്നു വന്നാൽ തന്നെ അത് ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ പരിഹരിച്ച് സുധാകരനെ പറഞ്ഞ് മനസ്സിലാക്കി അടുത്തയാളെ KPCC അധ്യക്ഷനാക്കേണ്ടതിന് പകരം ഇത് റോട്ടിലിട്ട് അനാവശ്യമായി വിവാദങ്ങൾ ഉണ്ടാക്കാനും പ്രവർത്തകർ തമ്മിലുള്ള ഏറ്റുമുട്ടലുകളും പോസ്റ്റർ വിവാദവും ഒക്കെ ഉണ്ടാക്കാനും മാത്രമേ സഹായിച്ചുള്ളൂവെന്നും അത് കോൺഗ്രസിന് മാത്രമല്ല UDFനും ലീഗിനും ആകെ നാണക്കേടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്നും ലീഗ് നേതാക്കൾ AICC നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞു. കോൺഗ്രസിൽ ഉണ്ടാകുന്ന ഓരോ പ്രശ്നവും ഓരോ ചക്രത്തി പോരാട്ടവും ഓരോ വാഗ്വാദങ്ങളും തമ്മിലടിയും ഗ്രൂപ്പ് വഴക്കുമെല്ലാം മുൻകാലങ്ങളിലും UDFന്റെ തിരഞ്ഞെടുപ്പ് സാധ്യതകളെ ബാധിച്ചിട്ടുണ്ടെന്നും അത് മനസ്സിലാക്കി കോൺഗ്രസ് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയാൽ മാത്രമേ 2026 തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയനെയും CPMനെയും പരാജയപ്പെടുത്താൻ കഴിയുമെന്നുമാണ് ലീഗ് നേതാക്കൾ പറയുന്നത്. എന്നാൽ കോൺഗ്രസ് നേതാക്കളാകട്ടെ ലീഗ് നേതാക്കൾക്കൊന്നും അങ്ങനെ കാര്യമായി ചെവി കൊടുത്തിട്ടുമില്ല. അവരാകട്ടെ ഈ ഒരു ഏറ്റുമുട്ടലും പോരാട്ടവും പരസ്പരമുള്ള പോർവിളിയും ശക്തി പരീക്ഷണവും ബലപരീക്ഷണവുമെല്ലാം തുടർന്നു കൊണ്ടുപോവുകയാണ്. ഹൈക്കമാൻഡിനെ വെല്ലുവിളിച്ചു നിൽക്കുന്ന K സുധാകരനെ എന്ത് ചെയ്യണമെന്നറിയാതെ വായും പൊളിച്ചു നിൽക്കുകയാണ് KC വേണുഗോപാൽ അടക്കമുള്ളവർ. ഈ അവസ്ഥ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വരെ കോൺഗ്രസിനും UDFനും തിരിച്ചടി ഉണ്ടാകുമെന്ന സൂചനയാണ് മുസ്ലിം ലീഗ് നേതൃത്വം ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് അവസാനിപ്പിക്കണമെന്നാണ് ലീഗ് നേതൃത്വത്തിന്റെ കർശന നിർദ്ദേശം കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിൽ വച്ചിരിക്കുന്നത്. അതല്ല, ഇതിനെ അവഗണിക്കാനാണ് കോൺഗ്രസിന്റെ ഭാവമെങ്കിൽ തങ്ങളുടെ വഴി നോക്കുമെന്നും ലീഗ് മുഖത്തടിച്ച് പറഞ്ഞിട്ടുണ്ട്.